ഇവിടെ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും ഈ തന്നിരിക്കുന്ന സംഖ്യകളെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്, അവരോഹണം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലേക്ക്. ഇവിടെ സംഖ്യകൾ 2/3, 7/12, 4/9, 15/18 എന്നിങ്ങനെയാണ്. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ പരിശോധിക്കുകയാണെങ്കിൽ 3 - 2 1 ആണ്, 12 - 7 5 ആണ്, 9 - 4 5 ആണ്, 18 - 15 3 ആണ്. ഒരു സ്ഥിരസംഖ്യ വന്നിട്ടില്ല അല്ലേ? ഛേദത്തിൽ നിന്ന് അംശം കുറച്ചപ്പോഴത്തേക്ക് നമുക്കൊരു സ്ഥിരസംഖ്യ കിട്ടിയില്ല. പക്ഷെ ഇവയെല്ലാം എന്ത് തന്നെയാണ്? സാധാരണ ഭിന്നങ്ങൾ തന്നെയാണ്. അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള സാധാരണ ഭിന്നങ്ങളാണ്. പക്ഷേ നമുക്ക് ആ ഡിഫറൻസ് നോക്കിയപ്പോഴത്തേക്കും, അംശം മൈനസ് ഛേദം എന്ന ഡിഫറൻസ് നോക്കിയപ്പോഴത്തേക്കും നമുക്കൊരു സ്ഥിരസംഖ്യ കിട്ടിയില്ല. അത് കാരണം നമുക്ക് ആ സ്ഥിരസംഖ്യ എന്ന ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ മറ്റൊരു മെത്തേഡിലാണ് ഇത് ചെയ്യാനുള്ളത്. ഇവിടെ 3, 12, 9, 18 എന്നീ സംഖ്യകളുടെ LCM നമുക്ക് കണ്ടെത്താം. 3, 12, 9, 18 ഈ സംഖ്യകളുടെ LCM നമുക്ക് കണ്ടെത്താം. എല്ലാ സംഖ്യകളും നമുക്ക് 3 വച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ്. അതിനാൽ ഞാൻ ആദ്യം 3 എടുക്കുന്നു. 3 1 3 3, 4 3 12, 3 3 9, 6 3 18. അടുത്ത് ഞാൻ 2 വെച്ച് നോക്കുകയാണ്. 2 1 പോവില്ല, 2 2 4, 3 പോവില്ല, 3 2 6. അടുത്ത് വീണ്ടും 3 വെച്ച് ചെയ്യുകയാണ്. 1 പോവില്ല, 2 പോവില്ല, 3 പോയി, ഒരു തവണ 3 പോയി. അപ്പം ഏതൊക്കെയാണ് LCM കണ്ടെത്താനുള്ള സംഖ്യകൾ? 3 2 3. 3 ഗുണം 2 ഗുണം 3, 3 ഗുണം 2 ഗുണം 3 ഗുണം 1 ഗുണം 2 ഗുണം 1 ഗുണം 1, 1 ഗുണം 2 ഗുണം 1 ഗുണം 1, 3 2 6, 6 3 18, 18 2 36. 18 2 എത്രയാണ്? 36. 3 2 6, 6 3 18, 18 × 1 18, 18 × 2 36, 36 × 1 36, × 1 36. നമുക്കിവിടെ LCM എത്രയാണെന്ന് കിട്ടി? LCM എത്രയാണെന്ന് കിട്ടി? 36. അതിനുശേഷം ഓരോ സംഖ്യകളെയും LCM കൊണ്ട് ഗുണിക്കുക. ഓരോ സംഖ്യകളെയും LCM കൊണ്ട് ഗുണിക്കുക. 2/3 × 36. വെട്ടി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? 1 3 3, 12 3 36. 12 × 2, 2 × 12 എത്രയാണ്? 24. 2/3 നമുക്ക് 24 ആൻസർ കിട്ടി. അടുത്തത് 7/12 × 36. 1 12 12, 3 12 36. 7 × 3 21. അടുത്ത സംഖ്യ 4/9 × 36. 1 9 9, 4 9 36. 4 × 4 16. അടുത്ത സംഖ്യ 15 × 18 ഗുണം 36. 1 18 18, 2 18 36. അപ്പോൾ 15 × 2 എത്രയാണ്? 30. 15 × 2 എത്രയാണ്? 30 കിട്ടി. 2/3 × 36 24 കിട്ടി. 7/12 ആൻസർ 21 കിട്ടി. 4/9 LCM വെച്ച് ഗുണിച്ചപ്പോഴത്തേക്ക് 16 കിട്ടി. 15/18 LCM വെച്ച് ഗുണിച്ചപ്പോഴത്തേക്ക് 30 കിട്ടി. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന നമുക്കിപ്പോൾ കിട്ടിയ സംഖ്യകളുണ്ടല്ലോ, ആ സംഖ്യകളുടെ വലിപ്പ ചെറുപ്പം മാത്രം നോക്കിയാൽ മതി. ഇവിടെ 15/8 എന്ന സംഖ്യ LCM വെച്ച് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 30 കിട്ടിയത്. അപ്പോൾ 30 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അതിനുശേഷം ഇവിടെ 7/12 LCM വെച്ച് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 21 കിട്ടിയത്. 4/9 LCM വെച്ച് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 16 കിട്ടിയത്. ഇവിടെ 24 നമുക്ക് കിട്ടി. ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ 16 ചെറുത്. അതായത് 4/9 ആണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത്.
15/18 തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 4/9. 4/9 നമുക്ക് 16 കിട്ടി. അടുത്ത വലുത് 21. 21 നേരെയുള്ള സംഖ്യ ഏതാണ്? 21 നേരെയുള്ള സംഖ്യ ഏതാണ്? 7/12. 7/12. അടുത്ത വലിയ സംഖ്യ ഏതാണ്? 24. 24 ആണെങ്കിൽ 2/3 അടുത്ത വലിയ സംഖ്യ. 3. അത് കഴിഞ്ഞാൽ 30. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യ 15/18. ഇവിടെ ഞാനിത് ആരോഹണ ക്രമത്തിൽ എഴുതിയേക്കുന്നു. തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്താകും? ഇത് അവരോഹണ ക്രമത്തിലായിട്ട് മാറും. തിരിച്ചെഴുതി കഴിഞ്ഞാൽ അവരോഹണ ക്രമത്തിലായിട്ട് മാറും. ഇത് ആരോഹണമാണ്. ഞാൻ ഇവിടെ അവരോഹണം എഴുതുകയാണ്. 15/18 ഏറ്റവും വലുത്. അതിനേക്കാൾ ചെറുത് 4/9. ഇവിടെ ആരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു, ഇവിടെ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. LCM എടുക്കുക. തന്നിരിക്കുന്ന സംഖ്യകളുടെ ഛേദം വച്ചിട്ട് LCM എടുക്കുക. ആ LCM കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഭിന്നസംഖ്യകളെയും LCM ഉപയോഗിച്ചുകൊണ്ട് ഗുണിക്കുക. ഗുണിച്ച് കിട്ടുന്ന ആൻസറിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് നമുക്കതിന് ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതാവുന്നതാണ്.